വെൽക്കം. തേമനാണ്. ജനറൽ പാത്തോളജിയിൽ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മോർഫോളജി ഓഫ് സെൽ ഇഞ്ചുറിയാണ്. മോർഫോളജി ഓഫ് റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുക. ഇറിവേഴ്സിബിൾ സെൽ ഇഞ്ചുറിയെ കുറിച്ചിട്ടല്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെക്കാനിസംസ്, മോളിക്കുലാർ ഓർ ബയോകെമിക്കൽ മെക്കാനിസംസ് ഓർ പാത്തോജനസിസ് ഓഫ് സെൽ ഇഞ്ചുറി നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറിയിൽ മോർഫോളജിക്കൽ ഫോമിനെ നമ്മൾ വിളിക്കുന്നത് റിട്രോഗ്രസീവ് ചേഞ്ചസ് എന്നാണ്. റിട്രോഗ്രസീവ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ചേഞ്ചസിനെയൊക്കെ നമ്മൾ വിളിക്കുക. നേരത്തെ വേറെ പല പേരിലായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ചേഞ്ചസ് എല്ലാം തന്നെ നോൺ ലീതലാണ്. സെല്ലിനെ കൊല്ലുന്നില്ല. സെൽസ് വിൽ നോട്ട് ഡൈ ബിക്കോസ് ഓഫ് ദീസ് ചേഞ്ചസ്. ആൻഡ് പ്രധാനപ്പെട്ട ഈ മോർഫോളജിക്കൽ ഫോംസ് ഇൻ റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി 4 എണ്ണമാണ് നമുക്കുള്ളത്. ഒന്ന് ഈസ് ഹൈഡ്രോപിക് ചേഞ്ചസ് ആണ്. ഹൈഡ്രോപിക് ചേഞ്ചസ് ആണ് ആദ്യത്തേത്, അല്ലെങ്കിൽ നമുക്കവയെ സ്വെല്ലിംഗ്, സെൽ സ്വെല്ലിംഗ് എന്ന് വിളിക്കാം. രണ്ടാമത്തത് ഹയാലിൻ ചേഞ്ചസ് ആണ്. ഹയാലിൻ ചേഞ്ചസ് ആണ്. മൂന്നാമത്തത് മ്യൂക്കോയിഡ് ചേഞ്ചസ് ആണ്. മ്യൂക്കോയിഡ് ചേഞ്ചസ് ആണ്. ആൻഡ് നാലാമത്തത് ഫാറ്റി ചേഞ്ചസ് ആണ്. സോ ഇങ്ങനെ 4 ചേഞ്ചസ് ആണ് റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറിയിലുള്ള ചേഞ്ചസ്. ആൻഡ് ഇതിൽ ഫാറ്റി ചേഞ്ചസ് നമുക്ക് ഇൻട്രാ സെല്ലുലാർ അക്യൂമുലേഷൻസ് ആ ടോപ്പിക്കിൽ കൂടി വരുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റസ് ഒക്കെ ഒന്ന് പറഞ്ഞു പോകാം. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അൾട്രാ സ്ട്രക്ചറൽ ചേഞ്ചസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ ആ ഭാഗങ്ങളും ഈ മോർഫോളജി ഓഫ് സെൽ ഇഞ്ചുറിയിൽ വരുന്നതാണ്. അത് നമുക്ക് എഴുതാം. അൾട്രാ സ്ട്രക്ചറൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു വന്ന ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അതിൽ തന്നെ നമ്മൾ ഹൈഡ്രോപിക് ചേഞ്ചസ് അവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ ഹൈഡ്രോപിക് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തേത് ഹൈഡ്രോപിക് ചേഞ്ചസ് ആണ്. സെല്ലാർ സ്വെല്ലിംഗ് ആണ്. സോ ഇതിന് കാരണം സെല്ലിനുള്ളിൽ വെള്ളം അക്യൂമുലേറ്റ് ചെയ്യുന്ന, സെല്ലിനകത്ത് വെള്ളം കൂടുതൽ കയറുന്നതാണ്. സോ അക്യൂമുലേഷൻ ഓഫ് വാട്ടർ വിത്തിൻ ദ സൈറ്റോപ്ലാസം ഓഫ് സെൽ ആണ് ഹൈഡ്രോപിക് ചേഞ്ചസ് ഓർ സെല്ലുലാർ സ്വെല്ലിംഗ് എന്ന് പറയും. സോ ഇതിനെ നമ്മൾ ക്ലൗഡി സ്വെല്ലിംഗ്, വേറൊരു വാക്കാണ് ക്ലൗഡി സ്വെല്ലിംഗ് എന്ന് വിളിക്കാറുണ്ട്. ഈ സൈറ്റോപ്ലാസത്തിനകത്ത് ഇങ്ങനെ വാക്യൂൾസ് ഫോം ചെയ്യുന്നത് മൂലം, വാക്യുലേഷൻസ് ഉണ്ടാകുന്നത് മൂലം വാക്യുലാർ ഡീജനറേഷൻ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ആൻഡ് ദിസ് ഈസ് എൻറ്റയർലി റിവേഴ്സിബിൾ ആണ്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഏത് തരം സെൽ ഇഞ്ചുറിയിലും ഇതുണ്ടാകും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സൈൻ ഓഫ് സെൽ ഇഞ്ചുറി. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഫസ്റ്റ് സൈൻ ഓഫ് സെൽ ഇഞ്ചുറി ഇതാണ്. ആൻഡ് ദ മോസ്റ്റ് കോമണസ്റ്റ്, ഏറ്റവും കോമണസ്റ്റും ഏർലിയസ്റ്റ്, ഫസ്റ്റ് സൈൻ എന്ന് പറയുമ്പോൾ ഏർലിയസ്റ്റ് ആണല്ലോ, ഏർലിയസ്റ്റും ഫോം ഓഫ് സെൽ ഇഞ്ചുറിയും ഇത് തന്നെയാണ്. ഏത് എറ്റിയോളജിക്കൽ ഏജൻസ് ആയാലും, എറ്റിയോളജിക്കൽ ഏജൻസ് നമ്മൾ ആ ഫസ്റ്റ് വീഡിയോ പറഞ്ഞാണ്, ഏതായാലും ദിസ് ക്യാൻ കോസ് സെല്ലിന്റെ സ്വെൽ ചെയ്യും, സെല്ലിന്റെ വെയിറ്റ് കൂടും, ആൻഡ് സെല്ലുള്ള ഓർഗന്റെ സൈസും വെയിറ്റും ഒക്കെ കൂടും. ആൻഡ് ഇതുണ്ടാവാനുള്ള കാരണം നമ്മൾ പറഞ്ഞു. കാരണം എന്തായിരുന്നു? ബിക്കോസ് സെൽ ഇഞ്ചുറി മെക്കാനിസം വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സെൽ മെംബ്രെയിനിലുള്ള സോഡിയം പൊട്ടാസ്യം ATPase, സോഡിയം പൊട്ടാസ്യം ATPase ഡിസ്ഫങ്ഷണൽ ആവുന്നു. കാരണം ATP കിട്ടുന്നില്ല. അപ്പോഴത്തേക്കും സോഡിയം അകത്ത് വർദ്ധിക്കും, സോഡിയം പുറത്തേക്ക് പുറന്തള്ളാൻ പറ്റുന്നില്ല. സോ ഇൻക്രീസ് സോഡിയം ഇൻസൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളം, അല്ലെ വാട്ടർ വിൽ എൻറ്റർ. സെല്ലിനകത്തേക്ക് ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വെള്ളം കയറുന്നു, സെൽ സ്വെല്ലാകും. മെംബ്രെയിൻ ഇങ്ങനെ സ്വെല്ല് ചെയ്യുമ്പോൾ മെംബ്രെയിൻ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് പറഞ്ഞു. അത് പോകുമ്പോഴത്തേക്കും മൈക്രോവില്ലായി പോകും എന്ന് നമ്മൾ പറഞ്ഞു. മൈക്രോവില്ലായി നശിക്കും. സെൽസ് ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. അതിനെ നമ്മൾ സെല്ലുലാർ അല്ലെങ്കിൽ മെംബ്രെയിനിയസ് ബ്ലബ് എന്നാണ് നമ്മൾ പറയുന്നത്. ബ്ലബ്സ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. സെല്ലിന്റെ ഷേപ്പ് മൊത്തത്തിലൊന്ന് മാറും. അകത്തുള്ള ഓർഗനല്ലേ, ഇവിടേക്കുള്ള ഓർഗനല്ലേയും വീർക്കാൻ തുടങ്ങും, അല്ലെ. മൈറ്റോകോൺട്രിയ സ്വെൽ ചെയ്യുമ്പോൾ മെറ്റബോളിസം ഡിക്രീസ്. മൈറ്റോകോൺട്രിയ സ്വെൽ ചെയ്യുമ്പോൾ മെറ്റബോളിസം കുറയും. റൈബോസോംസോ ERൽ സ്വെൽ ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്നുള്ള റൈബോസോമും വിട്ടുപോകും. പ്രോട്ടീൻ സിന്തസിസ് കുറയും. സെല്ലിനുള്ള ഫോസ്ഫോലിപ്പിഡ്സ്, മെംബ്രെയിനിലെ ഫോസ്ഫോലിപ്പിഡ് ആയാലും ഓരോ ഓർഗനല്ലയുടെ ചുറ്റുമുള്ള ഫോസ്ഫോലിപ്പിഡ് ലെയർ ആയാലും അതെല്ലാം കട്ട പിടിച്ചിട്ട് മൈലിൻ ഫിഗേഴ്സ് ആകും എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ദിസ് ന്യൂക്ലിയസ് ബിക്കം പെയിൽ ആകും. ന്യൂക്ലിയസ് ബിക്കം പെയിൽ ഇൻ കളർ. സോ ദിസ് ഇഞ്ചുറീസ് ഏജന്റ് പോയി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം റിവേഴ്സ് ആകും. സെൽ വീണ്ടും നോർമൽ ആകും. ഇപ്പോൾ രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഹയാലിൻ ചേഞ്ചസ് ആണ്. ഇവിടെ ഈ എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഹയലോസ് എന്ന് വെച്ചാൽ ഗ്ലാസ് എന്നാണ് അർത്ഥം. ഹയാലോസ് എന്നുള്ള വാക്കിന്. സോ സെല്ലിനകത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ചില കാര്യങ്ങൾ കാണാം. സെല്ലിനകത്തുള്ള പല പ്രോട്ടീനേഷ്യസ് മെറ്റീരിയൽ, പ്രോട്ടീനേഷ്യസ് മെറ്റീരിയൽ എല്ലാം ഒരു ഗ്ലാസി ലൈക്ക് അപ്പിയറൻസ് ആയിട്ട് കാണുന്നുണ്ട്. നമ്മളപ്പോൾ അതിനെ സ്റ്റെയിൻ ചെയ്യുകയാണ്. ഹെമറ്റോക്സിലിൻ ആൻഡ് ഇയോസിൻ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഇയോസിൻ, ഞാൻ ഈ എഴുതുന്ന കളറാണ് ഇയോസിൻ, ഓൾമോസ്റ്റ് ഇതേപോലത്തെ ഒരു കളറാണ് ഇയോസിൻ. തരത്തിലുള്ള ഇച്ചിരിയും കൂടി റെഡിഷ് ചേർന്നാണ് ഇയോസിൻ. സോ സെല്ലിനകത്ത് ഉണ്ടാക്കാം. ഇയോസിൻ നിറത്തിൽ ഇങ്ങനെ കാണാം. സോ ഇത് സെല്ലിനകത്തുണ്ടാകാം ആൻഡ് ഈവൻ ക്യാൻ ബി ഇൻ ഔട്ട്സൈഡ് ഓൾസോ. പുറത്തും കാണാൻ പറ്റും. എക്സ്ട്രാ സെല്ലുലാർ ആകാം, ഇൻട്രാ സെല്ലുലാർ ആകാം. ഇതിന് പ്രത്യേക കെമിക്കൽ നേച്ചർ ഒന്നുമില്ല. ഏത് തരം കെമിക്കൽ കോമ്പൗണ്ട്സിനും ഇങ്ങനെയൊക്കെ ആകാം. സോ വിവിധ തരം പത്തോളജിക്കൽ കണ്ടീഷൻസിൽ ഇങ്ങനെയുള്ള ഹയാലിൻ ചേഞ്ചസ് ഉണ്ടാകും. ഇപ്പോൾ ഇൻട്രാ സെല്ലുലാർ, സെല്ലിനകത്ത് ഉള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും എപ്പിത്തീലിയൽ സെൽസ് ആണെങ്കിലാണ് ഇൻട്രാ സെല്ലുലാർ ഉണ്ടാവുക. ഉദാഹരണത്തിന് സെല്ലിന് പ്രോട്ടീനൂറിയ എന്ന് പറയുന്ന പ്രശ്നമുണ്ട് നോക്കുക. പ്രോട്ടീനൂറിയ, പ്രോട്ടീൻ യൂറിനിലൂടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നെഫ്രോണിലെ പ്രോട്ടീൻ ഇങ്ങനെ എത്തുമ്പോഴത്തേക്കും ഗ്ലോമറ ഫിൽട്രേഷൻ വഴി ഇങ്ങനെ എത്തുമ്പോഴത്തേക്കും ഇവിടെ കൂടുതൽ റീഅബ്സോർബ് ചെയ്യാൻ
ചെയ്യാനായിട്ടുള്ള ത്വര അല്ലെങ്കിൽ പ്രവണത ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ സെൽസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് സെല്ലിൽ ഇവിടെ ഹയാലിൻ ഡ്രോപ്ലെറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. സോ അതൊരു ഹയാലിൻ ചേഞ്ചസ് ആണ്. ദെൻ ടൈഫോയിഡ് ഫീവർ വന്ന ആൾക്കാരിൽ അവരുടെ റെക്ടസ് മസിൽ എന്ന് പറയുമ്പോൾ ഇത് കാലാണെങ്കിൽ ഇവിടെ ഈ ഏരിയയിലുള്ള മസിലാണല്ലോ റെക്ടസ് മസിൽസ് ഒക്കെ. സോ ഇവിടെ ഹയാലിൻ ഡീജനറേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരിക്കും. സോ ഇതിനെ നമ്മൾ വിളിക്കുക സെൻകർ ഡീജനറേഷൻ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ദെൻ ആൽക്കഹോളിക് ലിവർ ഇഞ്ചുറി വന്ന ആൾക്കാരിൽ ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് കട്ട ചേർന്നിട്ട് മാലറി ഹയാലിൻ. സോ ആൽക്കഹോളിലാണെങ്കിൽ മാലറി ഹയാലിൻ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാം. ദെൻ പ്ലാസ്മ സെൽസിലെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്മ സെൽ എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. സോ അതിനകത്തുള്ള റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൂടുതലായിട്ട് അടിഞ്ഞുകൂടിയിട്ട് റസൽ ബോഡീസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് കാണാൻ പറ്റും. സോ ഇതിന്റെയൊക്കെ പ്രത്യേകത ഓൾ ദീസ് ആർ ഹയാലിൻ ചേഞ്ചസ് ആണ്, ഇൻട്രാ സെല്ലുലാർ ആണ്. ഇനി എക്സ്ട്രാ സെല്ലുലാർ നോക്കിക്കഴിഞ്ഞാൽ ഹയാലിൻ കാണുന്നത് കണക്റ്റീവ് ടിഷ്യൂസ്. സോ ദിസ് ഈസ് ഇൻ കണക്റ്റീവ് ടിഷ്യൂ, ഇത് എപ്പിത്തീലിയൽ ടിഷ്യൂ. അതിനെ ഹയാലിനൈസേഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഹയാലിനൈസേഷൻ എന്ന് വിളിക്കും. ഉദാഹരണത്തിന് യൂട്രസിനകത്ത് LEI ലിയോമയോമാസ് ഈ കണ്ടീഷൻസിൽ ഇത് കാണും. ഫൈബ്രോ കൊളാജിനസ് ടിഷ്യൂവിനകത്ത് നമ്മളുടെ ഓൾഡ് സ്കാറും പഴയ മുറിവുകളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിലെ അവരുടെ ബ്ലഡ് വെസൽസിനകത്ത് അതീറോസ്ക്ലീറോസിസ് അല്ല ആർട്ടീരിയോസ്ക്ലീറോസിസ് ഉണ്ടാകും. ദെൻ ഓൾഡ് ഏജിൽ എൻലാർജ്ഡ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ ഉണ്ടാവുന്നതാണ് കോർപോറ അമൈലേസിയ എന്ന് പറയുന്ന സംഭവം. സോ ഇതെല്ലാം ദീസ് ഓൾ എക്സാമ്പിൾസ് ഓഫ് എക്സ്ട്രാ സെല്ലുലാർ ഹയാലിൻ ചേഞ്ചസ് ആണ്, ഹയാലിനൈസേഷൻ ഓഫ് എക്സ്ട്രാ സെല്ലുലാർ ടിഷ്യൂസ് ആണ്. ആൻഡ് അടുത്ത ചേഞ്ച്, മൂന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് മ്യൂക്കോയിഡ് ചേഞ്ചസ് ആണ്. മ്യൂക്കസ് ഗ്ലാൻഡ് എപ്പിത്തീലിയൽ ടിഷ്യൂസിലെ ഒരു സ്ലിപ്പറി സെക്രീഷൻ ആണ് ഈ മ്യൂക്കസ് എന്ന് പറയുന്നത്. മ്യൂക്കസ് എന്താണ്? ഒരു പ്രൊട്ടക്റ്റീവ് ഏജന്റ് ആണ് നമുക്കറിയാം. മ്യൂക്കസ് ഈസ് ഹെവിലി ഗ്ലൈക്കോസിലേറ്റഡ് പ്രോട്ടീൻ ആണ്. ഇതൊരു പ്രോട്ടീൻ ആണെങ്കിൽ ധാരാളം ഗ്ലൂക്കോസ് പോലത്തെ സാധനങ്ങളൊക്കെ ചേർന്നാണ് ഈ മ്യൂക്കസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും ഫേമസ് വൺ ഈസ് മ്യൂസിൻ ആണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയും. ആൻഡ് ദിസ് ഇസ് ഇൻ കണക്റ്റീവ് ടിഷ്യൂസിലെ മ്യൂക്കസിലെ നമ്മൾ വിളിക്കുക മിക്സോയിഡ് എന്നാണ് ഇവിടെ. സോ ഇത് തന്നെ മ്യൂക്കസ് തന്നെയാണ്, മ്യൂക്കോയിഡ് തന്നെ നമ്മൾ മിക്സോയിഡ് എന്നും വിളിക്കും. ആൻഡ് മ്യൂക്കസ് കൂടുതലായിട്ട് വരുമ്പോൾ സെല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഭയങ്കരമായിട്ട് കൂടാനുള്ള ചാൻസ്. ഉദാഹരണം റെസ്പിറേറ്ററി ട്രാക്ട്, അലിമെന്ററി ട്രാക്ട്, യൂട്ടറസ്, ഇവിടെയൊക്കെ ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ ഇൻഫെക്ഷൻസ് കറ്റാറിയൽ സെക്രീഷൻ ആണെന്ന് വെച്ചാൽ ഒരുപാട് മ്യൂക്കസ് ഇങ്ങനെ ജലദോഷമൊക്കെ വരുമ്പോൾ നമുക്ക് ആലോചിക്കാം. നമുക്ക് വെള്ളം ഇങ്ങനെ ഒഴുകുന്നതാണ് കറ്റാറിയൽ സെക്രീഷൻ ഓഫ് മ്യൂക്കസ്. ഉദാഹരണത്തിന് ഗോൾ ബ്ലാഡറിൽ വരാം, ഓറൽ ട്രാക്ട്, ഇവിടെയൊക്കെ വന്നിട്ട് തടസ്സങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ. ദെൻ പാൻക്രിയാസിൽ സിസ്റ്റിക് ഫൈബ്രോസിസ്. സോ ഇതൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് പോലുള്ള പ്രശ്നങ്ങൾ വരാം. ഇനി കണക്റ്റീവ് ടിഷ്യൂവിൽ മ്യൂക്കോയിഡ് സെക്രീഷൻസ് കൂടിക്കഴിഞ്ഞാൽ ഇത് കാണുന്നത് അധികം ട്യൂമറിലാണ്. ഇൻ ട്യൂമേഴ്സ് ഉദാഹരണം ഫൈബ്രോ അഡിനോമാസ് അതിനകത്ത് നമുക്ക് കാണാം, ന്യൂറോ ഫൈബ്രോമാസ് അങ്ങനെയൊക്കെ ഉള്ളത്, സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ ഇതിനകത്തൊക്കെ നമുക്ക് ധാരാളമായിട്ട് ദിസ് മിക്സോയിഡ് ടൈപ്പ്. ഉദാഹരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിക്സഡീമയിൽ ഡെർമിസിനകത്ത് മിക്സോമാറ്റസ് ചേഞ്ച് ആണ് ഉണ്ടാകുന്നത് ഡെർമിസിനകത്ത് സ്കിന്നിന്റെ. ഉദാഹരണത്തിന് ഏറ്റവും ഫേമസ് ഉദാഹരണം ഗാംഗ്ലിയോൺ ആണ്. ഗാംഗ്ലിയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കൈൻ്റെ റിസ്റ്റിലുള്ള ഇത് വിരലൊക്കെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ വീർത്തിരിക്കുന്നതാണ് നമ്മൾ ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. സോ മിക്സോയിഡ് ചേഞ്ചസ് ഇൻ സൈനോവിയത്തിലൊരു മിക്സോയിഡ് ചേഞ്ച് കാണുന്നതാണ് ഗാംഗ്ലിയോൺ എന്ന് പറയും. ആൻഡ് ഫൈനലി ഫാറ്റി ചേഞ്ച് കൂടി ഒന്ന് പറഞ്ഞു പോയേക്കാം. ഫാറ്റി ചേഞ്ചിന് നമുക്ക് സ്റ്റിയറ്റോസിസ് എന്നാണ് നമ്മൾ വിളിക്കുക. സ്റ്റിയറ്റോസിസ് പാരൻകൈമൽ സെൽസിൽ ന്യൂട്രൽ ഫാറ്റ് വന്ന് അടിഞ്ഞു ചേരുന്നതിനെയാണ് നമ്മൾ ഫാറ്റി ചേഞ്ചസ് എന്ന് പറയും. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടക്കുന്നത് ഇൻ ദ ലിവറിലാണ് ഏറ്റവും കൂടുതൽ ഫാറ്റി ചേഞ്ചസ് നടക്കുക. ഹൃദയത്തിൽ നടക്കാം, സ്കെലിറ്റൽ മസിൽ നടക്കാം, കിഡ്നിയിലൊക്കെ ലിപ്പോയിഡ് നെഫ്രോസിസ്, കിഡ്നിയിലൊക്കെ അടിഞ്ഞു ചേരുന്നതിനാണ് നമ്മൾ ലിപ്പോയിഡ് നെഫ്രോസിസ്. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. ആൻഡ് ദിസ് ഫാറ്റി ലിവറൊക്കെ നമുക്ക് സെപ്പറേറ്റ് വേറെ വീഡിയോയിലോ സിംഗിൾ ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നത്. സോ അത് നമുക്ക് ഇൻട്രാസെല്ലുലാർ അക്യുമുലേഷൻസ് എന്ന ഹെഡിങ്ങിലൊക്കെ ആയിരിക്കും നമ്മൾ അത് ചെയ്യും. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. നമ്മളപ്പോൾ പറഞ്ഞത് സെൽ ഇഞ്ചുറി, അതിനകത്ത് റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറിയിലെ മോർഫോളജിക്കൽ ചേഞ്ചസ് ഓർ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.